ഇപ്പോൾ ഈ 2016 പിണറായി സർക്കാർ വന്നപ്പോൾ കേരളത്തിലെ നിഷ്പക്ഷരായ ബഹുഭൂരിപക്ഷം ജനങ്ങളും അതിനെ സ്വാഗതം ചെയ്തു എന്ന് കരുതാനാണ് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ശരിയാണത്. കാരണം പിണറായിയെ കുറിച്ച് വലിയ പ്രതീക്ഷകൾ ആളുകൾക്കുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പൊ അനുഭവം നോക്കിയാലും അദ്ദേഹം ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിലായാലും ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ കോവിഡ് ആയാലും വെള്ളപ്പൊക്കമായാലും ഒക്കെ വന്നപ്പോഴത്തേക്ക് ഒരു കെയറിങ് ഗവൺമെന്റ് എന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കാനും ഇതിനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷേ ഇത്തവണത്തെ ഈ രണ്ടാമത്തെ ഗവൺമെന്റിന്റെ അനുഭവങ്ങൾ അത്ര ശുഭകരമല്ല. കാരണം നേരത്തെ ഞാൻ ഈ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, തുടർഭരണം വരുമ്പോൾ അഹങ്കാരം, ഓവർ കോൺഫിഡൻസ്, ഞങ്ങൾക്ക് എന്തും ആകാം എന്നുള്ള ഒരു ധൈര്യം വരും. 1969 തെരഞ്ഞെടുപ്പ് കാലത്ത് അന്ന് ഇന്നത്തെ പോലെ ടി വിയിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഒന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. അനൗൺസ്മെന്റ് ആണ്, മൈക്ക് അനൗൺസ്മെന്റ് ആണ്. അപ്പൊ താങ്കൾ അന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സെക്രട്ടേറിയറ്റിന്റെ ബൈക്കിൽ കൂട്ടുകാരുമായിട്ട് വന്നിരുന്ന് ഇലക്ഷൻ അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ ആർ ബാലകൃഷ്ണപിള്ള ജയിച്ചോ എന്നറിയാൻ താങ്കൾ അങ്ങേറ്റത്തെ ആകാംക്ഷ കാണിച്ചപ്പോൾ താങ്കളുടെ ഒരു സുഹൃത്ത് പറയുന്നു, താൻ എന്തിനാ ഇത്ര വലിയ ബാലകൃഷ്ണപിള്ളയ്ക്ക് വേണ്ടി ഇത്ര വലിയ, കാരണം അദ്ദേഹം ബാലകൃഷ്ണപിള്ളയ്ക്ക് അനുകൂലമായിരുന്നില്ല, താങ്കൾ ഇത്ര വലിയ ബാലകൃഷ്ണപിള്ളയ്ക്ക് വേണ്ടി ഇത്ര കിടന്ന് തന്റെ ബാലകൃഷ്ണപിള്ളയുടെ മകളെ തനിക്ക് എത്തിച്ചു തരുമോ എന്ന് ചോദിച്ചതായിട്ട്. അപ്പൊ അന്ന് ബാലകൃഷ്ണപിള്ള അറിയത്തില്ല, ബാലകൃഷ്ണയുടെ മകളെ അറിയത്തില്ല. പക്ഷെ അതൊരു ഭയങ്കര ഒരു അറം പറ്റിയതുപോലെ. പിന്നെ എങ്ങനെയാണ് ഈ ബാലകൃഷ്ണപിള്ളയുടെ മകളെ കല്യാണം കഴിക്കാനുള്ള സാഹചര്യം എന്ന്? അത് അങ്ങനെ സംഭവം ഈ പറഞ്ഞ സംഭവം ഈ 67 ഞാൻ പ്രീ ഡിഗ്രി തിരുവനന്തപുരം ഇന്റർമീഡിയറ്റ് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഇലക്ഷൻ വന്ന് ഈ എന്താണ് കമ്മ്യൂണിസ്റ്റ് EMSന്റെ നേതൃത്വത്തിലുള്ള മുന്നണി 116 സീറ്റ് 130 നേടിയ ആ വർഷമാണ്. തൂക്കായിരുന്നു അദ്ദേഹം ഈ ചന്ദ്രശേഖരൻ നായരാണ് കൊട്ടാരക്കരയിൽ ജയിച്ചത്. കണ്ടിട്ടില്ല. അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് ഇല്ലില്ല, അങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് പോലും അറിയില്ല. അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് തന്നെ ഞാൻ ഈ IAS പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്ന് നാട്ടില് ഒരു സ്വീകരണം ഏർപ്പാട് ചെയ്തത്. നാട്ടുകാർ സ്വീകരണം ഏർപ്പാട് ചെയ്തപ്പോൾ ഇദ്ദേഹം വന്ന് MP ആണ്, മാവേലിക്കര മണ്ഡലത്തിൽ നിന്നുള്ള MP ആണ്. അപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ NSS ജനറൽ സെക്രട്ടറി കിടങ്ങൂർ ബാലകൃഷ്ണപിള്ള, അങ്ങനത്തെ. അപ്പോൾ ആ ഒരു മീറ്റിങ്ങിൽ വെച്ചാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. പിന്നെ എന്താ വിവാഹ ആലോചന പക്ഷേ 18 വയസ്സ് തികഞ്ഞേ ഉണ്ടായിരുന്നു. അതെ. അപ്പൊ അങ്ങനെ വിവാഹാലോചന വന്നു. കുറെ നാള് പിടികൊടുക്കാതെ ഒഴിഞ്ഞു നടന്നു. പിന്നെ മസൂറിക്ക് പോയി. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോ അവസാനം പിടി വീണു. കളക്ടർ പദവി എങ്ങനെയുണ്ടായിരുന്നു കോട്ടയത്ത്? അത് താങ്കൾ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കോട്ടയം കളക്ടറായി ആയത് എനിക്ക് 29 വയസ്സുള്ളപ്പോഴാണ് കോട്ടയം കളക്ടർ ആവുന്നത്. അപ്പൊ അന്ന് ഞാൻ ഈ പുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത് ഇപ്പോഴും സത്യമാണ്, ഈ ചെറുപ്പക്കാരെ സർവീസിലേക്ക് ആകർഷിക്കുന്ന ഏറ്റവും പ്രധാന അട്രാക്ഷൻ ഈ ജില്ലാ കളക്ടർ ജോലിയാണ്. കാരണം ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള ഈ സിവിൽ സർവീസിലെ ഒരു പക്ഷേ ഏറ്റവും ജനശ്രദ്ധ ആകർഷിക്കുന്ന, ജനങ്ങളുടെ അംഗീകാരം കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞാൽ അത് ജില്ലാ കളക്ടറുടെ ജോലി തന്നെയാണ്. അപ്പോൾ ഞാനതിനെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഡ്രീം വിത്തിൻ എ ഡ്രീം എന്നാണ്. IAS ഒരു സ്വപ്നമാണെങ്കിൽ അതിനുള്ളിലെ ഒരു സ്വപ്നമാണ് ഈ ജില്ലാ കളക്ടർ സ്ഥാനം എന്നുള്ളത്. അപ്പോൾ കോട്ടയം കളക്ടറായിരുന്ന ആ ഒരു കാലഘട്ടം തീർച്ചയായിട്ടും എനിക്ക് സർവീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് കോട്ടയത്ത് വരുമ്പോഴുള്ള പ്രത്യേകത, കളക്ടർക്ക് മലയാള മനോരമയുടെ സപ്പോർട്ട്, മലയാളം മാത്രമല്ല ദീപിക 2-3 പത്രങ്ങളുണ്ട് അവരുടെ. അന്ന് കോട്ടയത്ത് ഏറ്റവും പ്രധാനം ഈ പത്രങ്ങളുടെ, പ്രത്യേകിച്ചും മലയാള മനോരമയുടെ സപ്പോർട്ടൊക്കെ വളരെ വളരെ പ്രധാനമായിരുന്നു. സാഹിത്യ സാംസ്കാരിക ജേർണലിസ്റ്റ് രംഗങ്ങളിലൊക്കെ വീട്ടിൽ വന്നതും ഒരു ലൈബ്രറി തുറക്കാൻ വേണ്ടിയിട്ട് കളക്ടറുടെ വീടിനടുത്തുള്ള ലൈബ്രറി പറയുന്നുണ്ട്. അതൊക്കെ ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന സംഭവം. അപ്പോൾ DC കിഴക്കേമുറി അന്നത്തെ മുനിസിപ്പൽ വൈസ് ചെയർമാൻ PC ചെറിയാനും കൂടെ അവര് വരുന്നു പറയുന്നു, ഇവിടുന്ന് ഒരു 100 മീറ്റർ ദൂരെ ആണ് ആ ലൈബ്രറി പൂട്ടിക്കിടക്കുന്നത്, മോശമല്ലേ എന്നുള്ളതാണ് അവരുടെ ചോദ്യം. താങ്കൾ ഈ പുസ്തകത്തില് ഇതിന്റെ ആദ്യ ഭാഗത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്, മുകളിലെത്തിക്കഴിഞ്ഞ്, അതായത് IASകാരെ കുറിച്ചാണ് പറയുന്നത്, മുകളിലെത്തിക്കഴിഞ്ഞ് എല്ലാവരും സ്വതന്ത്രരായി പിരിയുന്നു, സർക്കാർ യൂണിഫോമും അധികാര ചിഹ്നങ്ങളും എല്ലാം അഴിച്ചുവെച്ച് പൊതുസമൂഹത്തിന്റെ ഭാഗമായി തീരും.
ഇത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ഊഹിക്കുന്നു. അതെ. ചിലർ മുകളിലെത്തി ഇറങ്ങുമ്പോൾ സ്വീകരിക്കാൻ ആളുകൾ ഉണ്ടാവും. ചിലർ രാഷ്ട്രീയ മേലാളന്മാരെ തൊഴുത് പിൻഭാഗത്തെ പടിക്കെട്ട് വഴി മുകളിൽ പോകുന്നു. അതെ. ആരുടെയും സ്വീകരണം വേണ്ടെന്ന് വെച്ച് സ്വന്തം സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ പോകുന്നവരാണ് ബഹുഭൂരിപക്ഷവും. താങ്കൾ ഇതിനകത്ത് ഏതെവിടെ വരും? ഞാൻ ഈ അവസാനം ഈ ബഹുഭൂരിപക്ഷത്തിൽ പെടുമെന്ന എന്റെ വിശ്വാസം. അത് ശരി. അതായത് ബാലകൃഷ്ണപിള്ളയുടെ മരുമകനായി എന്നുള്ളത് വാസ്തവത്തിൽ സർവീസിൽ ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കിയത്? എനിക്ക് ഗുണവും ദോഷവും ചെറിയ തോതിൽ ഉണ്ടായിട്ടുണ്ട്. വലിയ ഗുണവും ഉണ്ടായിട്ടില്ല, വലിയ ദോഷവും ഉണ്ടായിട്ടില്ല. ഒരു ദോഷം മാത്രം ഉണ്ടായി. അത് സംസ്ഥാനത്ത് ചീഫ് സെക്രട്ടറി ആകാതിരുന്നതിൻ്റെ കാരണം ഒരുപക്ഷെ ഈ ബന്ധം ആണ് ഞാൻ കരുതുന്നു. അതെ, ഞാനത് ശ്രദ്ധിച്ചു. കാരണം താങ്കളുടെ സർവീസ് വെച്ച് നോക്കുമ്പോഴും താങ്കളുടെ റാങ്ക് വെച്ച് നോക്കുമ്പോഴും താങ്കൾ ഇവിടെ ചീഫ് സെക്രട്ടറി ആകേണ്ട ആളാണ്. കേന്ദ്രത്തിൽ സെക്രട്ടറി ആകാന്ന് പറഞ്ഞാൽ ചീഫ് സെക്രട്ടറിക്ക് തുല്യമോ അതിന് മുകളിലുള്ള പദവിയാണ്. എങ്കിൽ ഒരു മലയാളിയെ സംബന്ധിച്ച് സ്വന്തം നാട്ടിൽ ചീഫ് സെക്രട്ടറി ആയിട്ട് വരിക എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ താങ്കൾക്ക് ചീഫ് സെക്രട്ടറി ആകാൻ, പക്ഷെ പിന്നീട് താങ്കൾ ചീഫ് സെക്രട്ടറി ആകാൻ ക്ഷണിച്ചെങ്കിലും താങ്കൾ വന്നില്ല. സംഭവിച്ചത് ഞാൻ ചീഫ് സെക്രട്ടറി ആകേണ്ട സമയത്ത്, അല്ലെങ്കിൽ സീനിയോറിറ്റി പ്രകാരം ആകാവുന്ന സമയത്ത് സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുതാനന്ദനായിരുന്നു. വി എസ് അച്യുതാനന്ദന് എന്നെ വ്യക്തിപരമായിട്ട് അങ്ങനെ അറിഞ്ഞുപോലും കൂടാ. അപ്പോൾ അദ്ദേഹത്തിന്റെ വിരോധം തീർച്ചയായിട്ടും എന്റെ ബന്ധുവിനോടുള്ള വിരോധമായിരിക്കുമല്ലോ. ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ കണ്ണിലേക്കല്ലായിരുന്നു, നിരന്തരമായിട്ട് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിരിക്കും. അപ്പോൾ അവർ തമ്മിലുള്ള ആ ബന്ധമായിരിക്കണം അതിനെ സ്വാധീനിച്ചത്. എന്തായാലും അദ്ദേഹം ചെയ്തത് നീതിയല്ല എന്നുള്ള വളരെ വ്യക്തമായ അഭിപ്രായം എനിക്കുണ്ട്. ചെയ്തത് ശരിയല്ല. പിന്നെ വി എസ് അച്യുതാനന്ദനെ പറ്റി ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു അദ്ദേഹം അങ്ങനെ ഈ സ്വന്തം കാര്യങ്ങൾക്ക്, സ്വന്തം ചിന്തകൾക്കും സ്വന്തം കാര്യങ്ങൾക്കും മാത്രം പ്രാമുഖ്യം കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് എൻ്റെ അസസ്മെൻ്റ് അദ്ദേഹത്തെ പറ്റി. സമൂഹത്തിന് വലിയ സംഭാവനയൊന്നും നൽകിയതായിട്ടുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. അത് ഇതിൻ്റെ വിരോധം കൊണ്ട് പറയുന്നതാണ് 2006 മുതൽ 2011 വരെയുള്ള 5 വർഷം കേരളത്തിൻ്റെ വികസനത്തിന് നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളാണ് എന്ന് ഞാനത് എഴുതിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഫുൾ സപ്പോർട്ട് കിട്ടുമായിരുന്നു. ഈ ആദ്യത്തെ മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ ലെഫ്റ്റും കൂടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെയുള്ള ഗവൺമെൻറ്റിലും ലെഫ്റ്റിന് കാര്യങ്ങൾ സാധിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ സ്വാധീനം ഉപയോഗിക്കാൻ പറ്റിയില്ല. മലയാളി ഉദ്യോഗസ്ഥർ നിരവധി ഉണ്ടായിരുന്നു. ആ ഇത് ടാപ്പ് ചെയ്യാൻ ഒരു എഫേർട്ട് കേരളത്തിൽ നിന്ന് ഉണ്ടായില്ല. അപ്പം അങ്ങനെ നോക്കിയാൽ ഈ നഷ്ടപ്പെട്ടു പോയ 5 വികസന വർഷങ്ങളാണ് 2006 മുതൽ 2011 വരെ. വാസ്തവത്തിൽ ആ കാലഘട്ടത്തിൽ ഞാൻ അന്ന് സീതാറാം യെച്ചൂരി അന്ന് ഞങ്ങളുടെ ഈ ഷിപ്പിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിൻ്റെ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അപ്പോൾ അദ്ദേഹമായിട്ട് കുറേയേറെ സമയം ചെലവഴിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പിണറായി വിജയനെ മുഖ്യമന്ത്രി ആക്കിയിരുന്നെങ്കിൽ അതായിരുന്നു ഈ സംസ്ഥാനത്തിന് നല്ലത്. അത് കാരണം നിങ്ങളുടെ പാർട്ടിയാണ് ഇലക്ഷന് ജയിച്ചത്. ആ പാർട്ടിയെ ഇലക്ഷന് നയിച്ച വ്യക്തി മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ നാട്ടിന് പ്രയോജനകരമായിരുന്നേനെ എന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേ പിണറായി വിജയനെ കുറിച്ച് ഇന്നും അതേ അഭിപ്രായം തന്നെയാണോ ഇന്നത്തെ ഭരണസ്ഥിതിയെ കുറിച്ച്? അല്ല, അപ്പൊ അത് കഴിഞ്ഞ് അന്ന് അദ്ദേഹം മുഖ്യമന്ത്രി ആയില്ല. അല്ല, ഇതിനിടയ്ക്ക് വേറെ രസകരമായ ഒരു കാര്യം പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിവിടെ പറയാതെ പോകാൻ പോകുന്നത് ശരിയല്ല. താങ്കൾ പറയുന്നുണ്ട് അന്ന് ഗോപാലകൃഷ്ണപിള്ള KSIDCയുടെ ചെയർമാൻ ആയിരുന്ന കാലത്ത് അദ്ദേഹത്തെ വന്ന് കണ്ട ഒരു ബിസിനസ് ഗ്രൂപ്പ്, ആരാണെന്ന് പറയുന്നില്ല, ആ ബിസിനസ് ഗ്രൂപ്പുകാർ വന്ന് താങ്കളെ, വ്യവസായ സെക്രട്ടറി ആയിരുന്നു, താങ്കളെ വന്ന് കാണുന്നു. അങ്ങനെ വന്ന് കാണുമ്പോൾ അവര് പറയുന്ന രസകരമായ ഒരു പരാമർശനം, ഞങ്ങൾ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ശ്രീ പിണറായി വിജയനെ കണ്ടിരുന്നു, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം കേരളത്തിന് മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ടോ എന്ന് താങ്കളോട് ചോദിക്കുന്നു. അപ്പൊ താങ്കൾ പറയുന്നു ഉണ്ട്, സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഇറക്കി വിടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നു. ഇതുപോലെ തന്നെ ആരംഭിച്ച ഒരു വാക്കാണ് അത്. എന്തായിരുന്നു അവരങ്ങനെ പറയാനുള്ള കാരണം? എന്താ അത്? അവരുടെ ഒരു അസസ്മെന്റ് വെച്ച് പറഞ്ഞതായിരിക്കും. ഈ ഒരു മന്ത്രിയെ കാണുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ അവർക്ക് എങ്ങനെ ഒരു വിഷൻ ഉണ്ടോ, അവർക്ക് ഡിസിസീവായിട്ട് നടപടിയെടുക്കാനുള്ള കഴിവുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുന്നവർക്ക് അസസ് ചെയ്യാൻ പറ്റുമല്ലോ. ആ ഒരു അസസ്മെന്റിന്റെ പുറത്തായിരിക്കും അവരന്ന് അങ്ങനെ പറഞ്ഞു. അല്ല, ബിസിനസ്സുകാർക്ക് അതൊരു പക്ഷേ നന്നായിട്ട് അസസ് ചെയ്യാൻ കഴിയുമായിരിക്കും. അന്ന് പിണറായി വിജയൻ വിഷനും കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ കൺട്രോളുള്ള ഒരു വ്യക്തിയും പവർഫുൾ ആണ് എന്ന് അവർക്ക് ബോധ്യമായി. താങ്കൾ ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് തുടർ ഭരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. തുടർ ഭരണം എങ്ങനെ ദോഷം ചെയ്യും, എങ്ങനെ അത് കേരളം പോലെ സംസ്ഥാനത്തിൽ എങ്ങനെ അത്
സംസ്ഥാനത്തിന്റെ വികസനത്തിനും ആ ഭരിക്കുന്ന പാർട്ടിക്കൊക്കെ എങ്ങനെ ദോഷകരമാവുന്നുള്ള പറയുന്നത്. തുടർ പഠനത്തെ കുറിച്ച് വീണ്ടും പിണറായി സർക്കാർ വന്നതിനെ കുറിച്ച് താങ്കളുടെ വിലയിരുത്തൽ എന്താ? ഇപ്പോ ഈ 2016 പിണറായി സർക്കാർ വന്നപ്പോൾ കേരളത്തിലെ നിഷ്പക്ഷരായ ബഹുഭൂരിപക്ഷം ജനങ്ങളും അതിനെ സ്വാഗതം ചെയ്തു എന്ന് കരുതാനാണ് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ശരിയാണത്. കാരണം പിണറായിയെ കുറിച്ച് വലിയ പ്രതീക്ഷകൾ ആളുകൾക്കുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പൊ അനുഭവം നോക്കിയാലും അദ്ദേഹം ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിലായാലും ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ കോവിഡ് ആയാലും വെള്ളപ്പൊക്കമായാലും ഒക്കെ വന്നപ്പോഴത്തേക്ക് ഒരു കെയറിങ് ഗവൺമെന്റ് എന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കാനും ഇതിനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചു. പിന്നെ ഈ കോവിഡ് വന്ന കാലത്ത് കെയറിംഗ് ഗവൺമെന്റ് എന്നുള്ള ഇമേജ് ഉണ്ടായ കൊടുത്ത് കിറ്റും സഹായിച്ചിട്ടില്ലേ? അത് സഹായിച്ചിട്ടുണ്ട്. അതെല്ലാം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുപ്പക്കാരായ EP ജയരാജനെയും AK ശശീന്ദ്രനെയും കുറെ കാലമെങ്കിലും മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി നിർത്താൻ പോലും അദ്ദേഹം താല്പര്യം കാണിച്ചിരുന്നു. ആ നിശ്ചയദാർഢ്യം ഇപ്പൊ ഇല്ല. അത് അന്ന് അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കണം ജനം രണ്ടാമത് ഈ സർക്കാരിനെ തന്നെ 2021 എലക്ട് ചെയ്ത് വിട്ടത്. പക്ഷെ ഇത്തവണത്തെ ഈ രണ്ടാമത്തെ ഗവൺമെന്റിന്റെ അനുഭവങ്ങൾ അത്ര ശുഭകരമല്ല. കാരണം നേരത്തെ ഞാൻ ഈ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, തുടർഭരണം വരുമ്പോൾ അഹങ്കാരം, ഓവർ കോൺഫിഡൻസ്, ഞങ്ങൾക്ക് എന്തും ആകാം എന്നുള്ള ഒരു ധൈര്യം വരും. അത് ഇപ്പോൾ 1-2 ചെറിയ ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റ വകുപ്പ് ആരോഗ്യവകുപ്പാണ് കേരളത്തിലെ. ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മന്ത്രി ആണ് ഉത്തരവാദി എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഭരണത്തിൻ്റെ ഭാഗമായിട്ടിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് മന്ത്രിയാണ് ഇതിനെല്ലാം ഉത്തരവാദി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ പബ്ലിക് പെർസെപ്ഷനിൽ മന്ത്രിക്ക് തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ രംഗത്ത് എന്തുകൊണ്ട് ഒരു മാറ്റം വരുത്താൻ ഈ അവസാന വർഷത്തേക്ക് മറ്റൊരു മന്ത്രിയെ പരീക്ഷിക്കാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി പരാജയപ്പെട്ടതിന്റെ പ്രധാന കാരണം ആ ഒരു ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു അമിതമായ ഭരണം കിട്ടിയതിന്റെ ആ ഒരു ധാർഷ്ട്യമാണ്. മന്ത്രി പരാജയപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷേ ഈ പബ്ലിക് പെർസെപ്ഷനിൽ ജനങ്ങൾ അംഗീകാരം കൊടുക്കാത്ത ഒരു മന്ത്രിയെ തുടർന്ന് നിലനിർത്തിയത് അമിത ആത്മവിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ്. അല്ല, CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു പ്രത്യേകത മന്ത്രിമാരുടെ ഇമേജുകൾ എത്ര മോശമായാലും ഇമേജ് കരുണാകരന്റെ കാലത്ത് അങ്ങനെയായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് പ്രതിച്ഛായ മാറ്റുമായിരുന്നു. ഇവിടെ അങ്ങനത്തെ പ്രശ്നമില്ല. ഒരു മന്ത്രി CPM മന്ത്രി ആയിക്കോട്ടെ ഘടകകക്ഷിയുടെ ആയിക്കോട്ടെ എത്രമാത്രം പ്രതിച്ഛായ മോശമായാലും, ഞാനത് ഇവിടെ പരാമർശിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ടെങ്കിലും താങ്കളുടെ ഭാര്യ സഹോദരൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിച്ഛായ എത്ര മോശമായാലും അവരെ മാറ്റി നിർത്താനായിട്ട് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഇപ്പൊ ഈ ഗണേഷ് കുമാറിന്റെ സംഭവത്തില് 13 വർഷം മുമ്പ് സമാനമായ ഒരു സംഭവം ഉണ്ടായപ്പോൾ വളരെ വളരെ ശക്തമായ വാക്കുകളാണ് ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ ശ്രീ പിണറായി വിജയൻ ഉപയോഗിച്ചത്. പക്ഷേ ഇപ്പോ ഒരു കുടുംബ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് വളരെ വളരെ അതിനെ അങ്ങ് ലൈറ്റാക്കി. പക്ഷെ ഈ കാണരുതാത്ത കണ്ടെടുത്ത ഒരു ക്രൈം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത പോലീസുകാർക്കുണ്ടായിരുന്നു.